കുറച്ച് മിണ്ടിയാലോ? വരൂ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ ലൈൻ ബസ്സിലാണ് സാധാരണ എപ്പോഴും പോവാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇഷാൻ എന്ന പേരുള്ള ഒരു ബസ്സിൽ ഞങ്ങൾ കയറിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഈ ബസ് കണ്ടക്ടർ ഫ്ലേർട്ട് ചെയ്തു. ഫ്ലേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ പറയാണ്, മോള് മാത്രം അടുത്ത ദിവസം തൊട്ട് ഈ ബസ്സിൽ തന്നെ വരണം. വിച്ച് മീൻസ് കൂടെ ഉണ്ടായിരുന്ന 2 അതായത് അതിലൊരാൾ ഞാനാണ്. എന്നൊന്നും ആ ബസ്സിൽ എനിക്ക് എത്തൂല. ഞങ്ങൾ ഇനി ബസ്സിൽ കയറണം, പക്ഷെ മോള് ഈ ബസ്സിൽ വരണം. അത് കേട്ടപ്പോൾ ഞാൻ അയാളൊന്നും ഇങ്ങനെ നോക്കി. കൊച്ചു മനസ്സുള്ള ഞാൻ എൻ്റെ അമ്മേനോട് പോയി ഇത് പറഞ്ഞു. ഇതറിഞ്ഞ എൻ്റെ അമ്മ അഗൈൻ എൻ്റെ മോൾക്കെതിരെ വീണ്ടും ചിലർ. ഓ മൈ ഗാഡ്. വേണ്ടമ്മ വിട്, പോട്ടെ, വിട്ടേക്ക്. അപ്പം അങ്ങനെ ഒന്ന് ഓക്കെ, എൻ്റെ മോള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ റിലാക്സ് ആവാം. ഇതേപോലെ വേറൊരു ഡേ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് സാധാ പോലെ ലൈൻ ബസ്സിൽ കയറാൻ നിൽക്കണം. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇഷാൻ എന്ന പേരുള്ള വണ്ടി 2 ഉണ്ട്. നമ്മൾ സ്കൂൾ സ്റ്റുഡൻസ് കൺസെഷൻ കൊടുത്ത് കയറണുണ്ട്. ഈ സാധാരണ ഈ കണ്ടക്ടേഴ്സിനൊക്കെ ഒരു ദേഷ്യമുണ്ട്. ഇതേപോലെ ഈ പുതിയ ഇഷാന്റെ ബസ്സിലെ കണ്ടക്ടർ ഞങ്ങളോട് ചെറുതായിട്ട് ചൂടായി. അപ്പോഴാണ് എന്റെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട്. ഞാനൊന്ന് ചെറുതായിട്ട് തിരിഞ്ഞു നോക്കി. എന്റെ മാതാശ്രീ ഷീന. എന്റെ അമ്മ പറയാണ്, ഡോ താൻ എന്താടോ ആ പിള്ളേരോട് പറയുന്നത്? എന്തിനാ താൻ വെറുതെ ചൂടാവുന്നത് ആ പിള്ളേരോട്? അവരെന്ത് ചെയ്ത്? താൻ പെൺകുട്ടികളോട് സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം. ആ ചേട്ടൻ എന്നിട്ട് ചോദിച്ചു, അതിന് ചേച്ചി ഏതാ? അപ്പൊ എന്റെ അമ്മ, ഞാൻ പേര് കേട്ട ഷീന ഗുണ്ടായി. ഞാൻ അമ്മോട് പല രീതിക്ക് ഒന്നും മിണ്ടാൻ നോക്കുന്നുണ്ട്. ആ അമ്മ അപ്പൊ എന്റെ അമ്മയില്ലേ, മിണ്ടാതിരിക്കും, ഞാൻ സംസാരിക്കണ കേട്ടോ, മിണ്ടാതിരിക്കും. ബസ് ഇറങ്ങി ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ അടിണ്ടാക്കിയ ബസ്സില്ലേ അതൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഈ ബസ്സിലെ കണ്ടക്ടറിന് ഒന്നും അറിയില്ല. അമ്മ ഈ പറഞ്ഞതൊന്നും അയാൾക്ക് മനസ്സിലായിട്ടുമില്ല. ഇത് കേട്ടിട്ട് എന്റെ അമ്മ പറയാണ്, ആഹാ എന്നിട്ട് ഇപ്പോഴാണ് നീ എന്നോട് പറയണത്? ഇത്ര നേരം ഞാൻ ആ കണ്ടക്ടറിനോട് അടിപിടി കൊലപാതകം വരെ എത്തണതായിരുന്നു, എന്നിട്ട് നീ എന്നോട് ഇപ്പോഴാണ് പറയണത്? അമ്മച്ചിനോട് ഇതുവരെ അത് ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാം. അമ്മ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കാമോ പ്ലീസ്?